ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടർബോ ജോസേട്ടായി ഞാൻ മോർണിംഗ് ഷോ പടം കണ്ട്, ഫസ്റ്റ് ഷോ പടം കണ്ട്. പടം കാണാൻ വേണ്ടി നമ്മൾ തിയേറ്റർ സെലക്ട് ചെയ്ത് പോയി. തൃപ്രയാർ VV സിനിമാസിൽ പടം കണ്ടു. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു പടം. പ്രത്യേകിച്ച് ഫസ്റ്റ് ഷോയാണ്. അപ്പം മമ്മൂട്ടി ഫാൻസുകാരൊക്കെ ആയിട്ട് ഭയങ്കര എൻ്റർടൈൻമെൻറ്റിലാണ് പടം കണ്ട്. ശരിക്കും ആഘോഷമായിട്ട് പടം കണ്ടു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തിരുന്നു. എനിക്ക് പടം പേഴ്സണലി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിലെനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ പടത്തിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞൊരു 1 മിനിറ്റ് നേരം ഞാൻ ജസ്റ്റ് എൻ്റെ ത്രെഡായിട്ട് പറഞ്ഞു പോയി. ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫിലിം ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ഞാൻ പറയാറില്ല, അറിയാണ്ട് സംഭവിച്ചു പോയതാണ്. അപ്പോൾ ചില ചേട്ടന്മാർക്കൊക്കെ വിഷമമായി കഥ പറയണമെന്നൊക്കെ ചോദിച്ചിട്ട് എന്തായാലും സോറി പറയാണ്. പ്രത്യേകിച്ച് ഈ പടത്തിൽ കഥയൊന്നും ഇല്ല കേട്ടോ. പറയും ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഈ പടത്തിൽ കഥയൊന്നുമില്ല. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു. അപ്പോൾ രാവിലെ കാണുന്ന സമയത്ത് എല്ലാവരും ഫാൻസ് ആഘോഷമൊക്കെ ആയിട്ട് കാണുമ്പോൾ എനിക്ക് ആ പടത്തിന് ഞാൻ കൊടുത്ത ടിക്കറ്റിനുള്ള 150 രൂപയ്ക്ക് എനിക്ക് വെറുത്ത് ഫീൽ ചെയ്തു, പ്രത്യേകിച്ച് തിയേറ്ററും കൂടി ആയപ്പോൾ. അപ്പോൾ ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ കട്ട ലാലേട്ട ഫാനാണ്. ഡാ മോനെ, ഞാൻ കട്ട ലാലേട്ട ഫാനാണ്. ഞാൻ ലാലേട്ടൻ്റെ എല്ലാ പടം കാണാറുണ്ട്. എല്ലാ ഫാൻ ഷോ എല്ലാം എടുക്കാറുണ്ട്. കൊല്ലങ്ങളായിട്ട് മമ്മൂട്ടിയുടെ കാണാറുണ്ട് എല്ലാ പടങ്ങളും. അപ്പോൾ നമുക്ക് മമ്മൂട്ടി ഫാൻസുകാരൊക്കെ ഒരു ഇതെല്ലാം അറിയണതാണ്. ഞാൻ ലാലേട്ട ഫാനാന്ന് പറയാറുണ്ട്. നീ എൻ്റെ റിവ്യൂ എടുത്ത് നോക്കിക്കോ. ഞാൻ ഒരു അടുത്ത കാലത്തൊരു മമ്മൂട്ടിയുടെ പടത്തിന് എൻ്റെ അഭിപ്രായം വെച്ച് ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടുമില്ല, പറയാറുമില്ല. എനിക്ക് പേഴ്സണലി എൻ്റെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, പിന്നെ എനിക്ക് വർക്കൗട്ട് ആവുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത്, എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ സമയത്ത് ഒരുത്തം വന്നിട്ട് മോഹൻലാൽ ഫാൻ ആയതുകൊണ്ടാണ് എന്താ പറയുക ഈ കഥ പറഞ്ഞത്. എന്ത് കഥ? പടത്തിൽ കഥയേ ഇല്ല. പിന്നെ ഇപ്പോൾ ചേട്ടന്മാരെ കണ്ടിട്ടുണ്ടായിരിക്കുന്നു. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചൊന്നല്ല, ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് കമൻറ്റ് ഇട്ട് ഇത് ഞാൻ വലിയ അപരാധമാണ് ചെയ്തത്. ഞാൻ പടത്തിൽ പോസിറ്റീവാണ് പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഞാൻ നെഗറ്റീവ്സ് ഒരുപാടുണ്ട് എനിക്ക്, പക്ഷെ ഒന്നും പറഞ്ഞില്ല, പോസിറ്റീവ് സൈഡ് മാത്രമേ പറഞ്ഞത്. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് റിവ്യൂ ചെയ്യുന്ന വലിയ വലിയ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ റിവ്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒപ്പീനിയനാണ്. അപ്പോൾ റിവ്യൂ ആയിട്ട് ചെയ്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫേമസ് റിവ്യൂവേഴ്സ് ആയിട്ട്, അപ്പോൾ ഫിലിം സംബന്ധമായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ആളുകൾ ചേട്ടന്മാരുണ്ട്, അവരൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാവരും പറഞ്ഞത് ഈ പടം പോകാന്നാണ്. ആവറേജ് ടിക്കറ്റ് കൊടുത്ത് കണ്ടിരുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞു ആ രീതിയിലാന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞുള്ളത്. ലാസ്റ്റത്തെ ഫൈറ്റ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒന്നും തോന്നാത്ത ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ച് എല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞു. ഈ പടത്തിൽ 7 ഫൈറ്റ് ഉണ്ട്, എനിക്ക് 7 ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പടത്തിൽ ഫസ്റ്റ് ഫൈറ്റ് ലാസ്റ്റ് ഫൈറ്റാണ് ഒരു രസമായിട്ട് തോന്നിയത്. ഇത് ഞാൻ പറഞ്ഞൊരു നെഗറ്റീവ് അല്ലുള്ള കാര്യമാണ്. മമ്മൂക്കയുടെ ഫൈറ്റിങ് മമ്മൂക്ക് സ്ഥിരം ചെയ്യാനുള്ള സാധനങ്ങൾ ഒഴിച്ച് വേറെ ഒന്നിലും ചെയ്തിട്ടില്ല. പിന്നെ BGMന്റെ ഇതും അതുപോലെ തന്നെ ക്യാമറയുടെ 360 ഡിഗ്രിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു രസം പിടിച്ചിട്ടാണ് നമുക്ക് ആ ഫൈറ്റ് എൻജോയ് ചെയ്തത്. മമ്മൂട്ടിന് വേണ്ടി ഗംഭീര എഫേർട്ട് എടുത്തൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പറയുകയും ചെയ്തു. അതൊരു നെഗറ്റീവാണ്. ആളെ വയസ്സ് 74 അതെന്ന് വെച്ചാൽ ആളെ അർമാദിച്ചിട്ടുണ്ട്, ആ ലിമിറ്റേഷൻ വെച്ചിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പോസിറ്റീവ് സൈഡ് പറഞ്ഞത്. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വിട്ടുപോയ 1-2 കാര്യങ്ങളാണ്. ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ്. ഇത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയാൻ വിട്ടുപോയൊരു ക്യാരക്ടറാണ്. അതിൽ അത്യാവശ്യം കോമഡി ട്രാക്കൊക്കെ പിടിച്ചിട്ട് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ആള് കോമിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ടിട്ട് ഫൈറ്റ് സീനുകളും ക്ലൈമാക്സിലെ സീനുകളൊക്കെ രസമായിട്ടിട്ടുണ്ട്. അതുപോലെ ഈ പിന്നെ പറയാൻ വിട്ടുപോയൊരു സംഭവമാണ്, മമ്മൂട്ടിക്ക് എന്താ പറയുക ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സീനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലീഷയായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഈ പടത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പറയാമല്ലോ, അന്യ ക്ലീഷ. നമ്മളത് നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്ത് നെഗറ്റീവ് സൈഡൊന്നും പറഞ്ഞിട്ടില്ല. ക്ലീഷയാണ്, പക്ക ക്ലീഷയുള്ള കുറേ സാധനങ്ങളുണ്ട്. മമ്മൂട്ടിനെ പറയുന്നത് കഴിയണില്ലെന്ന് ചോദിച്ചാൽ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ഭാഗങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആ BGMന്റെ ക്യാമറയിൽ പിന്നെ മമ്മൂക്കയുടെ അഭിനയത്തിന്റെ രസത്തിലൊക്കെ ഞാൻ ഇരുന്ന് പോയതാണ്. ഞാൻ പറയുന്നത് മിഥുൻ മാനുവലിന്റെ ഏറ്റവും മോശം തിരക്കഥയാണിത്. വൈശാഖ് ചെയ്യുന്ന സ്ഥിര സാധനങ്ങൾ പിടിച്ചിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്കത് ആ രാവിലെ കണ്ട സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു. സ്ഥിര സാധനം തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ മമ്മൂട്ടി കമ്പനിക്ക് അത് മാർക്കറ്റ് ചെയ്ത് മമ്മൂട്ടി ഫാൻസുകാർ അതൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞിരുന്നു, ഓരോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. പടത്തിന് ഇത്രയും നെഗറ്റീവ്സ് വന്നിട്ട് അത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ബുക്കിംഗ് കാര്യങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അത് ഇവര് ഫാൻസുകാരെ വലിയ കഴിയും. മോഹൻലാൽ ഫാൻസുകാരാണ് ഈ പടത്തിന് നെഗറ്റീവ് കിട്ടി. ഈ പടം ഇപ്പം മോഹൻലാലാണെന്നുണ്ടെങ്കിൽ ഈ പടം തീർന്നു, ഫാൻസുകാരെ നശിപ്പിക്കും. അപ്പം അതല്ല, അതിന് നല്ല ക്വാളിറ്റിയുള്ള ഫാൻസുകാരൊക്കെ നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞു. എന്നാലും കുറേ ചേട്ടന്മാർ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു, മറ്റേ കമൻ്റ് ഇടുന്നു, വാട്സപ്പിൽ കമൻ്റ് ഇടുന്നു. ഇനി നമുക്ക് സന്തോഷമുള്ളൂ കേട്ടോ. അത് നമ്മളൊന്നും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പ്രതികരിക്കണല്ലോ. പിന്നെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ കട്ട മോഹൻലാൽ ഫാൻ തന്നെയാണ്. ഞാനത് ഒരിക്കലും ഞാനിപ്പോൾ മോഹൻലാലിൻ്റെ എല്ലാ പടങ്ങളും പൊട്ടിയാലും മാറാൻ പോകണമെന്നില്ല. അത് അത്ര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. ഞാൻ നല്ല പടം എന്ന് പറയും, പൊട്ട പടം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിപ്പോൾ നിങ്ങൾ ആരും പറയേണ്ട കാര്യമില്ല.
അപ്പോൾ ഞാൻ ഈ പടത്തിനെ കുറിച്ച് ഇത്രയും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു, കുറേ യൂട്യൂബ് അടിയിൽ കമൻസ് ഇട്ട് നമ്മൾ ഒരു തെറ്റ് പറ്റിപ്പോയി. അതിന് ഈ പടത്തിൽ പ്രത്യേകിച്ച് കഥയില്ലെന്നേ, അത് നിങ്ങൾ മനസ്സിലാക്ക്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ കുറേ ചേട്ടന്മാർ ഇപ്പോൾ അത്യാവശ്യം പടത്തിനെ കുറിച്ച് ട്രോളലും റിവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പടത്തിൻ്റെ സാധ്യതകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പടം കളിക്കട്ടെ, ഇവിടെ നല്ല അഭിപ്രായം തന്നെ വരട്ടെ, എന്നാൽ കളിക്കട്ടെ. പലർക്കും ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരാളുടെ അഭിപ്രായം ഒന്നല്ല, ഒരു വ്യക്തിയുടെ അഭിപ്രായം, ഒരു റിവ്യൂ ചെയ്യുന്ന ആളുടെ അഭിപ്രായമല്ല. ഇവിടെ ആയിരങ്ങളും ലക്ഷങ്ങളും കണ്ടിട്ട് ആണ് അത് ബോക്സ് ഓഫീസിൽ 100-200 കോടിയൊക്കെ അടിക്കുന്നത്. അപ്പോൾ 100 കോടി അടിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സത്യസന്ധമായിട്ട് എന്താ പറയുക, മമ്മൂക്ക 100 കോടി ക്ലബ്ബിൽ വരട്ടെ. ഇന്നലെ വന്ന പിള്ളേർ വരെ 100-200 അടിച്ചു തുടങ്ങി. അപ്പോൾ അതൊന്നുമല്ല. പിന്നെ പല ആൾക്കാർ പല റിവ്യൂ ചെയ്യും, പല അഭിപ്രായങ്ങൾ പറയും. ഇപ്പോൾ വേറൊരു റിവ്യൂവിൽ കേട്ടപ്പോൾ ഗംഭീര അഭിപ്രായം പറഞ്ഞു. അവർ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായം പറഞ്ഞ ആൾക്കാരാണ്. ഇന്ന് ഈ മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും കളക്ഷൻ കിട്ടിയ പടം മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പോൾ പടം തീരെ പോരാ, തള്ളില്ല, ഭയങ്കര തള്ളാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ഈ പടത്തിനെ കുറിച്ച് ഗംഭീര അഭിപ്രായം അവർ പറയുന്നത്. എനിക്കത് എത്ര മാത്രം ഒന്നും തോന്നിയില്ല. അപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യമാണ്, അവരുടെ ഒപ്പീനിയനാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുവായൂർ അമ്പലനാട് ഗംഭീര പടം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് തോന്നിയത്. അത് ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഈ പടം വളരെ മോശം എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. ക്ലൈമാക്സ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫിലിം ചെയ്യുന്ന ആൾ പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആൾ പറഞ്ഞൊരു പോയിന്റാണത്. പല രീതിയിൽ പല ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി മക്കൾ പൊങ്കാലിട്, നമ്മൾ പടം ഇഷ്ടപ്പെട്ടു, അത് കണ്ട് എൻജോയ്. ചിലപ്പോൾ ആ സമയത്ത് കണ്ടത് കൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഞാൻ ആ 9 മണി ഷോ കണ്ട സംഭവം ആരവും ബഹളങ്ങളും ആ സ്പിരിറ്റും എല്ലാം കൂടി ആയപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ 3 മണിക്ക് മാറ്റിംഗ് കാണുന്ന സമയത്ത് ആ ഫാൻസിൻ്റെ തള്ളിക്കയറ്റൊക്കെ നിന്ന് കാണാൻ പറ്റി ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പം അത് ആ രീതിയിൽ തന്നെ എടുക്കുക, അല്ലാണ്ട് അനാവശ്യ കമൻറ്റുകൾ ഒഴിവാക്കുക. സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, M10 എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ മോഹൻലാൽ ഫാനാന്ന് ഇപ്പോഴും പറയുന്നില്ല, അഭിമാനത്തോടെ പറയുന്നു. ഞാൻ ഇനിയും വീഡിയോ ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല മക്കള്. അതിൻ്റെ ഇത് ഞാൻ പറയാൻ വിചാരിച്ച കാര്യമല്ല, പക്ഷെ അത് പറഞ്ഞു കുറേ പേരായി. ഇപ്പോൾ ഒരാൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, കുറേ പേരായി ഇത് നീ മോഹൻലാൽ ഫാനല്ലേ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. കഥ പറഞ്ഞു, കഥയില്ലാത്ത പടത്തിൽ എന്ത് കഥയാണ് പറയുന്നത് ഇടാ മോനെ. അപ്പോൾ ഇത് മക്കൾക്ക് വിഷമമാകാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെ പറയൂ. എന്തായാലും സന്തോഷമുണ്ട് നിങ്ങൾ കമൻസിലൊക്കെ വരുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കൂടി ആയിട്ടാണ്. അപ്പോൾ പടത്തിൻ്റെ കഥ പറയൽ ഞാൻ മാപ്പി വയ്ക്കുന്നത്. കഥയില്ലാത്ത പടത്തെ കുറിച്ച് കഥ പറയേണ്ട കാര്യമില്ല. ഒരു ജസ്റ്റ് ത്രെഡ് പറഞ്ഞു, അതൊന്നും അല്ല ഇതിൻ്റെ കഥ. ഇതിൽ കഥ ഇല്ല. ഇതിൽ കുറച്ച് നല്ല ഫൈറ്റ് സീനുകളും നമ്മുടെ എനർജി, BGM, ക്യാമറ, പിന്നെ കുറച്ച് നല്ല പെർഫോമൻസുകളൊക്കെ ഈ പടത്തിലുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പടം കാണാൻ എല്ലാവരും പടം കാണുക. 1 ടൈം വാച്ചബിൾ ആണ് തിയേറ്ററിൽ. മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ കാരണം ആ പടത്തിനൊന്നും സംഭവിക്കരുത്. അപ്പോൾ എല്ലാവരും പടം കാണുക, നല്ലത് വരട്ടെ. 100 കോടി ക്ലബ്ബിൽ നമുക്ക് എത്തട്ടെ. ഇനി വരുന്ന പടങ്ങളൊക്കെ ഇത്ര ഹൈപ്പിലൊന്നും വരുന്ന പടങ്ങളല്ല. ഇപ്പം മിഥുൻ മാനുവൽ തോമസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ വേറെ ലെവലിൽ തന്നെയാണ് വിചാരിച്ചത്. ട്രെയിലർ കണ്ട അത്ര പടമില്ല എന്ന് പറഞ്ഞ ഒരുപാട് റിവ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനൊന്നും കാര്യമില്ല മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് നമ്മളെ ട്രോളാൻ വേണ്ടി വേണമെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ളൂ. നമ്മൾ ടർബോ ജോസേട്ടായൊപ്പം തന്നെയാണ്. ഓക്കെ, നമ്മൾ വരും. അടുത്ത ലാസ്റ്റ് ക്ലൈമാക്സിൽ സാധനം ഇട്ടിട്ട് നമ്മൾ പോയുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ കാണാം കേട്ടോ, വേറൊന്നും വിചാരിക്കില്ല മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരെ. മനസ്സിലായില്ലേ? ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം. ബൈ, മുകേഷ്.